നമ്മൾ ഒത്തിരി ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടെ. അപ്പോൾ ഇന്നൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതങ്ങ് വീഡിയോ എടുത്തു. പക്ഷേ ഇതിലൊരു മണ്ടത്തരം പറ്റിയത്, എന്നും പറ്റുന്നത് പോലെ തേങ്ങ വറുത്തരയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തു, എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ വീഡിയോ പൗസായിപ്പോയി. എല്ലാം എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ വീഡിയോ ഇല്ലെന്നുള്ളത് അറിഞ്ഞത്. പക്ഷേ എന്നാലും ഞാനങ്ങ് വീഡിയോ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തരയ്ക്കുന്നത് ഞാൻ തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു ശകലം മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, അപ്പം അത്രയാണ് വറുത്തരയ്ക്കുന്നത്. ബാക്കിയൊക്കെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മെയിനായിട്ട് ഇതിൽ 1-2 കാര്യം പറയാനും കൂടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങ് ഇടാമെന്ന് ഓർത്തത്. ഒന്നാമത്തെ കാര്യം, നമുക്കിപ്പോൾ ലോങ് വീഡിയോ എടുക്കാൻ അതിനുള്ള സമയവും സാഹചര്യവും ഒന്നും ഇല്ല. നമ്മൾ മുകളിൽ തന്നെയാണ്, ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല, താഴത്തെ വീട്ടിലോട്ട് വന്നില്ല. ഞാനും കുഞ്ഞുങ്ങളും എപ്പോഴും അവിടെ കുളിക്കാൻ മാത്രമേ താഴോട്ട് വരത്തുള്ളൂ. പിന്നെ വിളക്കും കത്തിക്കും, അത്രയേ ഉള്ളൂ. ഫുൾ ടൈം മുകളിൽ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോകൾ ഇടുന്നുണ്ട്, പാട്ടൊക്കെ, സിനിമാ പാട്ടൊക്കെ വെച്ചിട്ട്, പിന്നെ ഈശോയുടെ പാട്ടിടുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും, ഇപ്പം മഞ്ജുവേട്ടൻ മരിച്ചിട്ട് ഇത്ര നാളേ ആയുള്ളൂ, ഇവളിതേ സിനിമാ പാട്ടൊക്കെ വെച്ച് വീഡിയോ ഇടുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും എല്ലാവർക്കും. അല്ല, അങ്ങനെ സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, എനിക്കൊത്തിരി സന്തോഷമായിട്ടോ മഞ്ജുവേട്ടൻ മരിച്ചത് വിഷമമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് മഞ്ജുവേട്ടന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം മഞ്ജുവേട്ടനിപ്പോൾ ഇല്ല, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടോ എനിക്ക് വേണ്ടിയിട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്തോരം കഷ്ടപ്പെടണമെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ലേ. അപ്പം എൻ്റെ ജോലിക്കൊപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വാച്ച് ടൈം കുറയണ്ട, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടട്ടെ എന്നൊക്കെ ഓർത്താണ് ഞാൻ ഓരോ ദിവസവും ഓരോ ഷോർട്ട് വീഡിയോ ഇടുന്നത്. അല്ലാതെ എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. എല്ലാവർക്കും ഞാൻ പറയാം, നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വിഷമം വരുന്ന അവസരത്തിൽ മഞ്ജുവേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള എനിക്ക് വിഷമം ഉണ്ടാവത്തില്ലേ? എനിക്കും വിഷമമുണ്ട്. എല്ലാവരോടൊപ്പം എല്ലാവരെക്കാട്ടിലുപരി എനിക്കും വിഷമമുണ്ട്. പിന്നെ ഞാൻ അമ്മയോടും അച്ഛനോടും ചോദിച്ചു, ഞാനിങ്ങനെ വീഡിയോ ഇടട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അമ്മയും അച്ഛനും ഫുൾ സപ്പോർട്ട് തന്നു. അമ്മ പറഞ്ഞു, മോളിട്ടോ, അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്നെ വിളിച്ചിട്ട് പറയുന്ന, ഇത് വീഡിയോ എടുക്കുക, ഇതെടുത്തിട് ചാനലിലിട്, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടട്ടെ എന്ന് എപ്പോഴും പറയും. കാരണം ഞാനിത് തമാശ പറയുന്നതല്ല, ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ, നമ്മൾ വേറെ ഓരോരുത്തരുടെയും ചാനൽ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, എത്രയോ പേര് ഈ ചാനൽ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടുമ്പം നമുക്കൊരു 1000 കിട്ടിയാലും എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പം ഞാൻ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഈ പാട്ടിടുന്നതും ഒക്കെ. പിന്നെ എപ്പോഴും വീഡിയോകൾ എടുക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചിടണ്ടല്ലോ, ചിലപ്പോൾ അതിനുള്ള സാഹചര്യമൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ TV വെച്ചിരിക്കുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ബസ്സിൽ പോകുന്ന വഴിക്കായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അന്നേരം പെട്ടെന്നൊരു പാട്ടിട്ട് അങ്ങ് ഇടുന്നതാണ്. അല്ല കേട്ടോ. അപ്പം എൻ്റെ ചാനലിന് ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.